വിശദമായ വാർത്തകളിലേക്ക്. CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. ഡി രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ധാരണയായിട്ടുണ്ട്. ദേശീയ കൗൺസിലിലും സെക്രട്ടേറിയറ്റിലും മറ്റാർക്കും പ്രായപരിധി ഇളവില്ല. പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇന്ന് തീരുമാനിക്കും. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ധാരണയുമായിട്ടുണ്ട്. ദേശീയ കൗൺസിലും സെക്രട്ടേറിയറ്റിലും മറ്റാർക്കും പ്രായപരിധിയിൽ ഇളവില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, ഡി രാജയെ സംബന്ധിച്ചത് മൂന്നാം ഊഴമാണ്. CPI ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഡി രാജയെ തിരഞ്ഞെടുക്കുന്നത്. ഏറെ വിവാദങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ശേഷമാണ് ഡി രാജയെ വീണ്ടും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ നിർവാഹക സമിതി യോഗം ചേർന്നു. 7:30 മുതൽ 12 വരെ ഈ യോഗം നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിലുടനീളം നിരവധിയായിട്ടുള്ള വാക്പോരുകൾ ഉണ്ടാകുന്നു. ഡി രാജയെ മാറ്റണമെന്നൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. കേരള ഘടകമടക്കം ഈ പ്രായപരിധി വേണമെന്നൊരു തീരുമാനത്തിലെത്തുന്നു. പിന്നീടും ഈ ചർച്ചകൾ തുടരുന്നു. അതൊരു വോട്ടിലേക്ക് മാറുന്ന നിലയിലാണ് പിന്നീട് ഈ കേരള ഘടകമടക്കം അയയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഡി രാജയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രായപരിധി ഇളവ് ഡി രാജയ്ക്ക് മാത്രം നൽകുകയായിരുന്നു. മറ്റാർക്കും ഈ പ്രായപരിധി ഇളവ് നൽകിയിട്ടില്ല എന്നാണ് CPI നേതൃത്വം അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഡി രാജയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ ഊഴമാണ്. ഈ ആദ്യമായൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് CPI തലപ്പത്തേക്ക് എത്തുന്നതും ഡി രാജ തന്നെയായിരുന്നു. 2019 അദ്ദേഹം ആദ്യമായി CPI ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രധാനമായും ഈ സുധാകർ റെഡ്ഡി സ്ഥാനമൊഴിഞ്ഞ നിലയിലേക്കായിരുന്നു അദ്ദേഹം 2019 ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2022 വിജയവാഡ പാർട്ടി കോൺഗ്രസിലും CPI സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി CPI ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് ഇത് മൂന്നാമത്തെ ഊഴമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ചണ്ഡീഗഡിൽ പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുമ്പോൾ തന്നെ ആരാകും ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കടക്കം വഴിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു വിഭാഗം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പാർട്ടിയുടെ തലപ്പത്തേക്ക് ഒരു വനിതാ പ്രതിനിധി വരണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ അമൃത്ജിത്ത് കൗറയെ ഈ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നൊരു ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. എന്നാൽ അമൃത്ജിത്ത് കൗറ അത് നിരസിക്കുന്ന ഒരു നിലപാടായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് തനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, തനിക്ക് ഇപ്പോൾ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അമർജിത് കൗർ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നീട് അത് ബിനോയ് വിശ്വത്തിലേക്ക് എത്തുന്നു. ബിനോയ് വിശ്വം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് താനിപ്പോൾ കേരള CPI സംസ്ഥാന സെക്രട്ടറിയാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിലോട്ട് വരാൻ താല്പര്യമില്ല എന്നായിരുന്നു പ്രധാനമായും ബിനോയ് വിശ്വം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് പിന്നീട് പ്രധാനമായും ഡി രാജയിലേക്ക് തന്നെ ഈ സ്ഥാനം എത്തുന്നുണ്ടായിരുന്നത്. ഈ നിർവാഹക സമിതി യോഗത്തിലടക്കം തന്നെ പ്രധാനമായും കേരളം അടക്കം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പ്രായപരിധി നിശ്ചയിക്കണമെന്ന് തന്നെയായിരുന്നു. ഡി രാജയ്ക്ക് ഇപ്പോൾ 76 വയസ്സാണ്. കേരളത്തിലടക്കം തന്നെ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രായപരിധി കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിനും ബാധകമാണ് എന്നാണ് ഈ കേരള ഘടകമടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കേരളത്തെ പിന്തുണച്ചുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളടക്കം ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പ്രായപരിധി ഇളവ് അനുവദിക്കരുത്, മറ്റു ആളുകൾക്കും അവസരങ്ങൾ നൽകണം, യുവതലമുറ മുന്നോട്ട് വരണമെന്നൊരു ആവശ്യമായിരുന്നു ഈ സംസ്ഥാനങ്ങളടക്കം ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളടക്കം തന്നെ ഡി രാജ തന്നെ തലപ്പത്തേക്ക് വരണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. അതിൽ പ്രധാനമായും ഈ സംസ്ഥാനങ്ങൾ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഡി രാജ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡി രാജ തലപ്പത്തേക്ക് വരണമെന്നൊരു ആവശ്യമായിരുന്നു ബീഹാർ കൂടാതെ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളടക്കം ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ നിർവാഹക സമിതി യോഗത്തിൽ ആദ്യം തന്നെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള വാക്പോരുകളായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പാർട്ടി കോൺഗ്രസ് ആരംഭിച്ചത് മുതൽ തന്നെ, ചണ്ഡീഗഡിൽ പാർട്ടി കോൺഗ്രസ് ആരംഭിച്ചത് മുതൽ തന്നെ ആരാകും CPI
CPI ജനറൽ സെക്രട്ടറി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനമായും ഈ പ്രായപരിധി ഇളവ് നൽകരുത് എന്നൊരാവശ്യം ഉണ്ട്. അതായത് ഈ മറ്റു സംസ്ഥാനങ്ങളടക്കം തന്നെ ഈ പ്രായപരിധി നൽകരുത് എന്നൊരാവശ്യവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരള ഘടകമടക്കം ശക്തമായ എതിർപ്പുന്നയിച്ച ഒരു സാഹചര്യം അടക്കമുണ്ട്. അതിൽ പ്രധാനമായും ഈ കേരളത്തിലടക്കം തന്നെ പ്രായപരിധി നിശ്ചയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 75 വയസ്സ് വരെ മാത്രമേ ഈ ഒരു നിലയിൽ അല്ലെങ്കിൽ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. ഡി രാജയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 76 വയസ്സായി. അതുകൊണ്ട് തന്നെ ഡി രാജയെ മാറ്റി നിർത്തണമെന്നായിരുന്നു ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ നിർവാഹക സമിതി യോഗത്തിലടക്കം തന്നെ വളരെ വികാരഭരിതനായിട്ടായിരുന്നു ഡി രാജ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്കിപ്പോൾ യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമില്ല, തനിക്കിപ്പോഴും നോക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്, മറ്റു പാർട്ടികളുമായി അടുത്ത ബന്ധം തനിക്കുണ്ട്, തിരഞ്ഞെടുപ്പുകളടക്കം വരാനിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളുമായി ബന്ധമുണ്ടാകുന്നത് നല്ലതാണ് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളും ബീഹാറും കൂടാതെ ബംഗാളും അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നതും. ഈ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയത്ത് മറ്റു പാർട്ടികളുമായി ബന്ധമുള്ള ഒരാളാണ് ഈ CPIയുടെ തലപ്പത്തിരിക്കുന്നതെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെ ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഡി രാജയ്ക്ക് ഒരു അവസരം കൂടി നൽകണമെന്നായിരുന്നു മറ്റു ഘടകങ്ങളടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നീടാണ് ഈ കേരളം അടക്കമുള്ള കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളടക്കം തന്നെ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഡി രാജു തന്നെ വീണ്ടും തുടരട്ടെ എന്നൊരു നിലയിലേക്ക് എത്തുന്നത്. 3ാം തവണയാണ് ഡി രാജ CPI ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പാർട്ടിയുടെ ഏക ദളിത് മുഖമാണ് ഡി രാജ. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലും അദ്ദേഹത്തെ ഏറെ എടുത്തു കാണിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും അദ്ദേഹത്തെ എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ ഏകയായിട്ടുള്ള അല്ലെങ്കിൽ ആകെ പാർട്ടിയുടെ ഏക ദളിത് മുഖം എന്നൊരു നിലയിലും അദ്ദേഹം ഏറെ പ്രശസ്തി നേടുന്ന ഒരാൾ തന്നെയാണ്. കൃത്യമായിട്ടുള്ള പ്രായപരിധി പാലിക്കണമെന്ന കേരള ഘടകത്തിന്റെ ആവശ്യമടക്കം തന്നെ പിന്നീട് നിരസിക്കുന്ന ഒരു നിലപാടായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും. ഈ ഡി രാജ അടക്കം തന്നെ പറഞ്ഞ കാര്യത്തോട് ഘടകങ്ങളടക്കം അനുകൂലിക്കുന്ന ഒരു നിലപാടിലേക്ക് അടക്കം പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 5 മണിക്കൂറോളം ഈ നിർവാഹക സമിതി യോഗം ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 7:30 തുടങ്ങിയ നിർവാഹക സമിതി യോഗം പിന്നീട് 12:30 വരെ തുടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം മുതൽ തന്നെ വലിയ വാക്പോരുകൾ ഉണ്ടാകുന്നു, എതിർപ്പുകൾ ഉണ്ടാകുന്നു. പിന്നീട് അത് അയയുന്ന നിലയിലേക്ക് എത്തുന്നു. ഡി രാജയെ വീണ്ടും CPI ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്ന നിലയിലേക്ക് അടക്കം തന്നെ പോകുന്നു. എന്തായാലും 3ാം തവണയാണ് ഡി രാജ വീണ്ടും CPI ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. മറ്റു സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇന്ന് തിരഞ്ഞെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം, ഉച്ചയോടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇന്ന് തന്നെ തിരഞ്ഞെടുക്കും. ശരി, CPI ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡി രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ധാരണയായിട്ടുണ്ട്. ദേശീയ കൗൺസിലിന്റെയും സെക്രട്ടേറിയറ്റിന്റെയും മറ്റാർക്കും പ്രായപരിധിയിലും ഇളവില്ല. പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഇന്ന് തീരുമാനിക്കും. വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടന